ഹലോ ഗൈസ്, കറുപ്പിനെ തോൽപ്പിക്കാൻ വെളുപ്പിനോ അല്ലെങ്കിൽ വെളുപ്പിനെ തോൽപ്പിക്കാൻ കറുപ്പിനോ സാധ്യമല്ല. ഇത് രണ്ട് സൗന്ദര്യറാണികളാണ്. അപ്പോൾ എല്ലാ സുന്ദരന്മാർക്കും ഈ ഒരു വീട്ടിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ടർമറിക് പൗഡറും കേടുമാണ്. എല്ലാ വീട്ടിലും സുപരിചിതമായിട്ടുള്ള പച്ചത്തൈരും മഞ്ഞൾപ്പൊടിയുമാണ് കേട്ടോ. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഈ നമ്മൾ എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ആക്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിമ്പിൾസിൻ്റെ മാർക്കേഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മുഖത്തെ ഓയിലിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ആയ തൈറോയ്ഡ് അല്ലെങ്കിൽ PCOD ഉള്ള പലരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മുഖത്തുണ്ടാകുന്ന ഫേഷ്യൽ ഹെയർസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മഞ്ഞൾപ്പൊടി കൊണ്ട് സാധ്യമാകുന്നു. ഇത് നമ്മൾക്ക് സ്കിൻ ഇൻഫെക്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ വ്രിങ്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഹെൽപ്ഫുൾ ആകുന്നു. ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ കേടെന്ന് പറയുന്നതും ഇത് സെയിം തന്നെയാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന നമ്മൾ പുറത്തേക്ക് പോകുന്ന സൺബേണൊക്കെ അടിക്കത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹൈഡ്രേറ്റർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേട് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ ഓയിൽ സ്കിൻ ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ കേടിനെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് മിൽക്ക് യൂസ് ചെയ്യാൻ കേട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മുഖത്ത് നന്നായിട്ട് റബ്ബ് ചെയ്ത് നന്നായിട്ട് പിടിപ്പിക്കുക. കാരണം നമ്മുടെ ദേഹത്തുള്ള ഈ കറുപ്പിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കേടെന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാക്റ്റിക് ആസിഡ് ആയതുകൊണ്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ മുഖത്തിന് നിന്നിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസർ ആയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ക്ലിയർ സ്കിന്നും ഒരു ഗ്ലോ സ്കിന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ തൈര് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിത് മിൽക്ക് ആവശ്യമുള്ളവർക്ക് മിൽക്ക് ചേർക്കാം. കാരണം മിൽക്ക് ഡ്രൈ സ്കിന്ന് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. കേടെന്ന് പറയുമ്പോൾ ഓയിൽ സ്കിൻ ഉള്ളവർക്കാണ്. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഇതൊരു 5 to 10 minutes നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. കാരയുള്ളവർക്ക് കാര പോകുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ കാരയും പോകും കേട്ടോ. 5 to 10 minutes വാഷ് ചെയ്ത് മാറ്റുക. ഇതാണ് ഞാൻ എൻ്റെ മുഖം, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അപ്പം കറുത്ത നിറമുള്ള പുസ്തകത്തിൽ വെളുത്ത ചായം കൊണ്ട് എഴുതിയാലും, വെളുത്ത നിറമുള്ള പുസ്തകത്തിൽ കറുത്ത ചായം കൊണ്ട് എഴുതിയാലും നമുക്ക് വായിച്ചെടുക്കാം. അതുകൊണ്ട് കറുപ്പായാലും വെളുപ്പായാലും ഒന്നും ഒരു കുഴപ്പമില്ല. എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ട് ഇരിക്കുക. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിലോട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഗൈസ്.